ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഇന്നത്തെ ഗോൾഡ് അതുപോലെയുള്ള ബാക്കിയുള്ള ഒരു കുറച്ച് മെയിൻ കറൻസി പേരിൽ ലിക്വിഡിറ്റി ഏരിയ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ 4 അവർ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു സെല്ലിലേക്കുള്ളൊരു ട്രെൻഡിൻ്റെ കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് എന്താണ് ഈ ഒരു മേജർ ലോയിൽ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ അല്ലേ? ലാസ്റ്റ് ദിവസങ്ങളിൽ എന്തായിരുന്നു ഈ ഹൈയിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്നു. ഇപ്പോൾ ഈ ലോയിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ട്രെൻഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് VOS ചോദിച്ച് ബ്രേക്ക് ചെയ്ത് ഒരു പുൾ ബാക്കും കൂടെ ഡൗൺ സൈഡിലേക്കാണ് വെച്ച് നിൽക്കുന്നത്. ബട്ട് സെല്ലിൻ്റെ സാധ്യതകൾ തന്നെയാണ് ഇതിനകത്ത് കുറച്ചും കൂടെ കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ അല്ലേ? ഇനി ലോവറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ചെറിയൊരു റീട്രേസ്മെൻറ്റ് സാധ്യത ഉണ്ടെങ്കിലും ഇവിടെ ഒരു 50 മില്ലൊരു ട്രെൻഡും ഉണ്ട്. അപ്പോൾ സെല്ലിലേക്കുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടെ കൂടുതലായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ 4 അവറിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു പ്രീമിയത്തിൽ സെൽ സോണായിട്ട് വരും. അതുപോലെ തന്നെ ഇതൊരു സെല്ലിംഗ് സോണാണ്. ഇതിന് ശേഷം ഇന്നത്തെ ദിവസത്തെ സാധ്യതകൾ നമുക്ക് 50 മില്ലിലേക്ക് ഇറങ്ങി നോക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഇപ്പോൾ 50 മില്ലിലേക്ക് ഞാൻ നേരെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ലാസ്റ്റ് ദിവസങ്ങളിൽ ഈ ലെവൽസ് എല്ലാം നമ്മൾ ഗ്രൂപ്പിലേക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു തന്നെ കേട്ടോ. ഇവിടെ നിന്നൊക്കെ നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഈ സെൽ സോണിൽ നിന്നായിരുന്നു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വന്ന് ഈ മേജർ ലോവിനെ ബ്രേക്ക് ചെയ്തു, ഒരു BOS കിട്ടി. ഓക്കെ അല്ലേ? BOS കിട്ടി. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈ എന്താണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ടും വരും. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇതാണ് 50 മില്ലിലെ മേജർ ട്രെൻഡെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ എന്താണ് ഈ ഒരു ട്രെൻഡിന് ശേഷം നോക്കുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തിട്ടാണ്, ലാസ്റ്റത്തെ ഒരു മേജർ ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ മാർക്കറ്റ് ഇത്രയും സെല്ലിലേക്ക് വന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ഇൻഡ്യൂസ്മെൻ്റ് എടുത്തുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു മേജർ ലോയും നമുക്ക് കൺഫേം ആയി. ഓക്കെ അല്ലേ? ഇനി ഇതിന് ശേഷമുള്ള സാധ്യതകൾ നമുക്ക് നോക്കാം. ഓക്കെ വന്നിട്ടില്ല. ഇപ്പോൾ ഈ ട്രെൻഡിൽ ലാസ്റ്റ് ഇൻഡ്യൂസ്മെൻ്റ് എടുത്തു. ഇതിന് ശേഷം മാർക്കറ്റ് വന്നെന്താണ് ഈ ഒരു മേജർ ലോയിന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് പുതിയൊരു BOS കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ട്രെൻഡിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും പിന്നെ നമുക്ക് നോക്കാനായിട്ട് പറ്റുന്നത്. മാർക്കറ്റ് ഒന്ന് ഈ ലോയിന് ബ്രേക്ക് ചെയ്ത് ഇതൊരു BOS ആയിട്ട് മാറും. ഇതിൻ്റെ ഹൈ എന്താണ് ചോദിച്ചായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ പിന്നെ നെക്സ്റ്റ് ലിക്വിഡിറ്റിയിലേക്ക് ആയിരിക്കും നമുക്ക് ട്രേഡുകൾ നോക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ അല്ലേ? ഇനി ലോയിന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ കേട്ടോ. ഇനി പ്രൈസ് എന്താണ് ഈ ലോയിനെ ബ്രേക്ക് ചെയ്യാതെ എന്താണ് മാർക്കറ്റ് ഹൈലോട്ട് വരുവാണെങ്കിൽ ഇവിടെ നിന്നാണ് പ്രൈസിന് ഹൈലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു സെല്ലിംഗ് സോണിലോ ഓക്കെ അല്ലേ തൊട്ട് അടുത്ത് തന്നെയായിട്ടൊരു സെല്ലിംഗ് സോൺ കാണാം. ഈ ഒരു സെല്ലിംഗ് സോണിലോ അല്ലെങ്കിൽ മുകളിലോട്ടുള്ള പ്രീമിയത്തിൽ ഏതെങ്കിലും സെല്ലിംഗ് സോണിലേക്ക് വരുവാണെങ്കിലും നമുക്ക് സെല്ലിലേക്ക് തന്നെ ട്രേഡുകൾ നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതൊരു പ്രീമിയത്തിലുള്ള സെൽ സോൺ, ഇതൊക്കെ മിറ്റിഗേറ്റ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് നോക്കാനായിട്ട് പറ്റില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പ്രീമിയത്തിലേക്ക് സെൽ സോണും കാര്യങ്ങളും കാണാനായിട്ട് പറ്റും. പിന്നീട് ഈ ഒരു സെൽ സോണിലേക്ക് വരുവാണെങ്കിലും നമുക്ക് ആ സെല്ലിലേക്ക് നോക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇതിന് ശേഷം മാർക്കറ്റ് വന്ന് ലോയിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഈ സെൽ സോണൊന്നും നോക്കണമെന്നില്ല. ഓക്കെ അല്ലേ? ഇനി മാർക്കറ്റ് ഈ ലോയിനെ ബ്രേക്ക് ചെയ്യാതെ മുകളിലോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രീമിയത്തിലെ സെൽ സോണിൽ നിന്ന് സെല്ല് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് സെല്ല് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ സാധ്യതകളാണ് കാണുന്നത്. ഇനി മാർക്കറ്റ് ഈ ഒരു ഹൈയിലെ സെൽ സോണിലോട്ട് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഏറ്റവും പ്രീമിയത്തിലേക്ക് വന്നതിന് ശേഷം ആയാലും കുഴപ്പമില്ല. ഇതിലേക്ക് വന്നതിന് ശേഷം ഇതുപോലെ 50 മില്ലി ഇതുപോലെ ഇൻഡ്യൂസ്മെൻറ്റ് താഴേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് മൈനർ ട്രെൻഡായിട്ട് എടുക്കാം. അത് ഇവിടെ നിന്ന് നോക്കാം, ഈ ഒരു പ്രീമിയത്തിൽ നിന്ന് നോക്കാം കേട്ടോ. ഓക്കെ അതല്ല. അപ്പോൾ ഫസ്റ്റ് സാധ്യതകൾ ഇത്രയാണ് വരുന്നത്. ഇതിന് ശേഷം സ്ട്രോങ് ആയിട്ടുള്ള ബൈയിലേക്കുള്ള ഒരു ട്രെൻഡ് വരുന്നുണ്ടെങ്കിൽ മാത്രമേ കുറച്ച് റിസ്ക് ആയിട്ട് വരുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നതിന് തന്നെ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഗ്രൂപ്പിലേക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളെ ഇതിനകത്ത് മെയിനായിട്ട് നോക്കാനുള്ളൂ. അപ്പോൾ 4 അവറിൽ ലോ എടുത്തുകൊണ്ട് ചെറിയൊരു റീട്രേസ്മെൻറ്റ് എന്തായാലും സെല്ലും 50 മില്ലി ഓവറിൽ നോക്കുകയാണെങ്കിൽ ഓവറോൾ സെല്ലിലേക്ക് തന്നെയാണ്. അപ്പോൾ സെല്ലിലേക്ക് തന്നെ നമുക്ക് നോക്കി പോകാനായിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ള കറൻസി പേര് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 4 അവർ 30 മിനിറ്റ് കേട്ടോ. EURUSD എടുത്തിട്ടുണ്ട്. EURUSDയിൽ നോക്കുകയാണെങ്കിൽ ഇൻസൈഡ് ബാർ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ പുഷ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ അല്ലേ? ഇപ്പോൾ ഈ വീക്ക് ഇത് മൺഡേ ആണ്. അപ്പോൾ അത്രത്തോളം അഗ്രസീവായിട്ട് മാർക്കറ്റിൽ നോക്കണമെന്നില്ല കേട്ടോ. കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള എൻട്രീസ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? ഇപ്പോൾ ലാസ്റ്റ് ദിവസം നോക്കുകയാണെങ്കിൽ ഈ ഒരു 4 അവർ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പ്രൈസ് ബൈയിലേക്ക് പുഷ് ചെയ്തത് അല്ലേ. ഓക്കെ അപ്പോൾ ഇതിന് ശേഷം നമുക്ക് മാർക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റുന്ന ലിക്വിഡിറ്റി ഏരിയസ് എടുക്കാം. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇനി EURUSDയിൽ എന്താണ് ഈ ഒരു ഹൈയിലേക്ക് വന്നാലേ സാധ്യതയുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? 30 മില്ലി എൻട്രി എടുക്കണം. ഈ ഒരു ഹൈയിലേക്ക് മാർക്കറ്റ് വരണം. അതിന് സാധ്യതകളില്ല. ഇതിന് ശേഷം എന്താണ് മാർക്കറ്റ് ഇപ്പോൾ ലോസ്റ്റ് ക്യാൻഡലിന് ശേഷം 1-2 ക്യാൻഡിൽ മുകളിലോട്ട് വരാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബൈ നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ ആവുന്നുണ്ടല്ലോ. ഇതിന് ശേഷം 1-2 ക്യാൻഡിൽ മുകളിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബൈ നോക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ എല്ലാ കറൻസി പെയറും എടുക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ദിവസങ്ങളിലെ പോലെ എല്ലാ കറൻസി പെയറും എടുക്കുന്നില്ല. നമുക്ക് മെയിനായിട്ടുള്ളൊരു കുറച്ചിടം EURUSD GBPUSD അങ്ങനത്തെ ഒക്കെ നോക്കാം. ഓക്കെ അല്ലേ? GBPUSDയിൽ വരുവാണെങ്കിലും ഏതാണ് ഇപ്പോൾ ഡെയിലീൻ്റെ ലോ എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ അല്ലേ? ഈ ഒരു ലോ എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 4 ലെവലിലേക്ക് നോക്കിയാലും അത് തന്നെയാണ് ഒരു മേജർ ലോ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിന് ശേഷം എന്താണ് ഇവിടുത്തെ ട്രേഡും കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞു പോയതാണ്. അപ്പോൾ ഇതിന് ശേഷം മാർക്കറ്റ് എന്താണ്
ഇവിടെ നിന്ന് ഒന്നോ രണ്ടോ ക്യാൻഡിൽ നിന്നതിന് ശേഷം ഈ ഒരു ലോയിന് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതലുണ്ട് കേട്ടോ മാർക്കറ്റ് ബൈയിലേക്ക് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നോക്കി വെക്കാം. അതുപോലെ തന്നെ GBP USD അതുപോലെ തന്നെ AUD USDൻ്റെ കാര്യത്തിലേക്ക് വരാം. AUDയിൽ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ദിവസം നമുക്ക് ഇവിടെ നിന്ന് ട്രേഡ് നോക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. സ്ട്രോങ് സെല്ല് വന്നതിൻ്റെ താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിനകത്ത് ഇന്നത്തെ ദിവസത്തേക്ക് നോക്കുകയാണെങ്കിലും 4 ഹവറിൽ അടുത്തൊരു മെയിൻ ലിക്വിഡിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഏതാണ് വരുന്നത്? ഏറ്റവും അടുത്തുള്ള ഒരു ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇതാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ലോയിലേക്ക് വന്നതിന് ശേഷം നമുക്ക് 30 മിനിറ്റിൽ കറക്റ്റായിട്ട് തന്നെ ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാം. ഓക്കെ അല്ലേ? ഈ ഒരു ഇവിടെ നിന്ന് തന്നെ നമുക്ക് എൻട്രി നോക്കാനായിട്ട് പറ്റും. ഇനി അതേപോലെ തൊട്ടടുത്തുള്ള നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഇതും എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതും ഒരു മേജർ ലോയാണ്. അപ്പോൾ ഇതിലേക്ക് വന്ന് ഇതിൽ രണ്ടിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നില്ലെങ്കിൽ എൻട്രി നോക്കാം. കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതലുണ്ട്. ഓക്കെ, സെല്ലിലേക്ക് നോക്കണം എന്നാണ് ഈ മാർക്കറ്റ് ഹൈ ഇവിടെ വരെയൊക്കെ വരേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് അത്രയും സാധ്യതയില്ല, നമുക്ക് നോക്കാം എന്തായാലും. പിന്നെ അതുപോലെ തന്നെ AUD JPYൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ അത് തന്നെയാണ്. ഓക്കെ അല്ലേ? അടുത്തുള്ളൊരു മെയിൻ ഒരു ലിക്വിഡിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഇതിലേക്ക് മാർക്കറ്റ് വരണം കേട്ടോ. ഓക്കെ അല്ലേ? പിന്നെ AUD CAD അതിനകത്ത് അത്രത്തോളം ഇല്ല, നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് കയറിപ്പോയി. ഫസ്റ്റ് ഒരു എൻട്രി ഇവിടെ നിന്ന് ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ലാസ്റ്റ് ദിവസം നോക്കുകയാണെങ്കിൽ 4 ഹവർ ലിക്വിഡിറ്റിയിൽ വന്ന് ഇവിടെ തന്നെ പ്രൈസ് ഫസ്റ്റ് കയറിപ്പോയത് കാണാൻ പറ്റും. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഇതാണ് പിന്നെ മെയിൻ നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി ആയിട്ട് വന്നത്. ഇപ്പോൾ അവിടെ നിന്നാണ് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഓക്കെ അല്ലേ? ഈ 2 ലിക്വിഡിറ്റി മാർക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ലോവറിലേക്ക് ഇറങ്ങി നോക്കാം. ഓക്കെ അല്ലേ? ഫസ്റ്റത്തെ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തതിന് ശേഷം അത്രയും മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു ലോയിൽ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഓൾറെഡി എൻട്രിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയതാണ്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ ഓൾറെഡി എൻട്രിയും കാര്യങ്ങളും കഴിഞ്ഞ് പ്രൈസ് അത്രയും മുകളിൽ പോയതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിന് ശേഷം ഇതിനകത്ത് ട്രേഡില്ല. ഇനിയിപ്പോൾ അടുത്തൊരു ലിക്വിഡിറ്റി എന്ന് പറയണമെങ്കിൽ നമുക്ക് ഏതാണ് വരുന്നത് നോക്കി. ഇനിയിപ്പോൾ അടുത്തൊരു മെയിൻ ലിക്വിഡിറ്റി എന്ന രീതിയിൽ മാർക്ക് ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇപ്പോൾ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൻ്റെ ഹൈയിലേക്ക് മാർക്കറ്റ് വന്ന് റിച്ച് ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സെല്ല് നോക്കാനായിട്ട് പറ്റും. അതേപോലെ എന്താണ് നെക്സ്റ്റ് ഈ ഒരു ഹൈയിൽ ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് സെല്ല് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ബൈയിലേക്ക് നോക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഇവിടുന്ന് പുതിയ ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവണം, ഇല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലോയിലേക്ക് വരണം. ഇത് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ AUD NFTൻ്റെ കാര്യത്തിലേക്ക് ലാസ്റ്റ് ദിവസം ഏറ്റവും സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നതാണെന്നോ അല്ലേ? അതിപ്പോൾ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള സെല്ല് വന്നതാണ്. ഇപ്പോൾ മെയിൻ ലിക്വിഡിറ്റി അതിൻ്റെ മുകളിലോട്ട് വന്ന് നല്ലൊരു ഇവിടെ സെല്ല് വന്നിട്ടുമുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് നമുക്കൊരു ബൈയിലേക്കൊക്കെ നോക്കാൻ പറ്റിയ ലിക്വിഡിറ്റി എന്ന രീതിയിൽ മാർക്ക് ചെയ്യുവാണെങ്കിൽ ഏതാണ് വരുന്നത്? ഇത് കുഴപ്പമില്ല. ഇതിപ്പോൾ എന്താണ് ഡെയിലിയിൽ ഇൻഡ്യൂസ്മെൻറ്റും ആണ്. ഡെയിലിയിൽ വരുന്നില്ല അല്ലേ? 4 ഹവറിലൊരു മേജർ ഇൻഡ്യൂസ്മെൻറ്റ് ശരിക്കും ഡെയിലിയിൽ കിട്ടണ്ടായിരുന്നു. സിംഗിൾ ക്യാനിലൊക്കെ ആയത് പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഓക്കെ അല്ലേ? കുഴപ്പമില്ല. ഇത് മെയിൻ ഒരു ലിക്വിഡിറ്റിയാണ്. നമുക്ക് ഇതിനകത്തേക്ക് മാർക്കറ്റ് വരുവാണെങ്കിൽ എന്താണ് ഇതിൽ ബൈ നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ബൈ നോക്കാൻ കുഴപ്പമില്ല. അതുപോലെ തന്നെ പിന്നീട് എന്താണ് നെക്സ്റ്റ് സെല്ല് ഈ ഒരു ഹൈനെ എടുക്കുകയാണെങ്കിലോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന് ശേഷം ഈ ഹൈയിലോട്ട് വരുവാണെങ്കിലോ നമുക്ക് ഇതിനകത്ത് രണ്ടിലും സെല്ല് നോക്കാനായിട്ടും പറ്റും. ഓക്കെ അല്ലേ? ഇതിൽ രണ്ടിലും സെല്ല് നോക്കാനായിട്ടും പറ്റും കേട്ടോ. അതുപോലെ തന്നെ AUD USD പിന്നെ NFTൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലും ഡെയിലിയിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് മേജർ ലോയിനെടുത്തു. ഇതിന് ശേഷം 4 ഹവറിലേക്ക് വരുവാണെങ്കിൽ അടുത്ത് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ഹൈ നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതുപോലെ തന്നെ തൊട്ട് മുകളിലും ഒരു 4 ഹവറിലൊരു ലിക്വിഡിറ്റി കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇതിന് ശേഷം കുറച്ച് ക്യാൻഡിൽസ് മുകളിലോട്ട് ഇവിടെ നിന്ന് വരുവാണെങ്കിൽ നമുക്ക് ഈ മേജർ ലോയും ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. NFT USDൻ്റെ NFT കാർഡിലൊന്നും പിന്നെ ഇല്ല. നമ്മുടെ മറ്റേതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഏതായാലും നോക്കിയിട്ടുണ്ടായിരുന്നത് NFT കാർഡ്, യൂറോ കാർഡ്, അതുപോലെ തന്നെ ഏതായിരുന്നു GBP കാർഡും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? ഇതിനകത്തൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്ന രീതി തന്നെ അല്ലേ? NFT കാർഡ് ഓക്കെ. AUD കാർഡല്ലേ? AUD കാർഡിലായിരുന്നല്ലോ നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ലിക്വിഡിറ്റി കയറിപ്പോയല്ലേ? NFT കാർഡിലും അത് തന്നെയാണ് സാധ്യതകൾ വരുന്നത്. അത്രയും തന്നെ ഉള്ളൂ കണക്ഷൻ വെച്ച് നോക്കുമ്പോൾ. NFT JPYയുടെ കാര്യം നോക്കുകയാണെങ്കിലും മേജർ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് ബൈയിലേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ ഏറ്റവും അടുത്തുണ്ടായിരുന്ന ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ ബൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ബൈ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി അല്ലെങ്കിൽ മാർക്കറ്റ് എത്തണം കേട്ടോ. എന്നാൽ നമുക്ക് ബൈ നോക്കാം. അല്ലെങ്കിൽ ഇതിന് ശേഷം പുതിയ ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവണം. പിന്നെ USD കാർഡിൻ്റെതിലേക്ക് നോക്കുകയാണെങ്കിലും നമുക്ക് ലാസ്റ്റ് ദിവസം ഇവിടെ നിന്നൊരു ചെറിയ ട്രേഡ് ഉണ്ടായിരുന്നു. പക്ഷേ ന്യൂസിൻ്റെ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓപ്പോസിറ്റ് കയറിപ്പോയില്ലേ? അത്യാവശ്യം നല്ലൊരു ട്രേഡായിരുന്നു. പക്ഷേ കറക്റ്റ് ആ ഒരു 6 മണീൻ്റെ ടൈമിൽ ന്യൂസ് ഉണ്ടായിരുന്നു, അത് ഓപ്പോസിറ്റ് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ ട്രേഡുകളൊന്നും വന്നിട്ടില്ല കേട്ടോ. കാരണം ന്യൂസ് ഉള്ളതുകൊണ്ട് ആ ടൈമിലൊക്കെ പോയി എടുക്കുന്നത് കുറച്ച് റിസ്ക്കാണ്. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ മേജർ ഹൈൻ്റെ അടുത്തേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം സെല്ല് നോക്കാനായിട്ട് പറ്റിയ ലിക്വിഡിറ്റിയാണ്. ഒന്ന് ഈ ഒരു ഹൈ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഈ ഒരു ഹൈയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് ടച്ച് വേണമെങ്കിൽ നമുക്ക് ഇവിടെ സെല്ല് നോക്കാം. കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതലുണ്ട് ഈ ഒരു ഹൈയിലോട്ട് വരുവാണെങ്കിൽ. ഇനി അതുപോലെ തന്നെ ഇതും ഒരു ലിക്വിഡിറ്റിയാണ്.
ഇതിൽ അത്രത്തോളം അഗ്രസീവായിട്ട് നോക്കണമെന്നില്ല. തൊട്ട് മുകളിൽ മാർക്ക് ചെയ്ത ലിക്വിഡിറ്റിയിലേക്ക് വരുവാണെങ്കിൽ കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ KDHPൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലും ഇതും ടാർഗറ്റ് 1 ഏകദേശം വന്നതായിരുന്നു. അപ്പോഴാണ് ആ ന്യൂസ് 1:1.5 മേലെ വന്നതാണ്. അപ്പോൾ ന്യൂസ് ഉണ്ടായിരുന്നു കറക്റ്റ് ആ ടൈം തന്നെ കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് അത്ര റിസ്ക് ആയിരുന്നു. ന്യൂസ് ടൈമിൽ ട്രേഡുകൾ കുറച്ചൊക്കെ ഒഴിവാക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്തടുത്തുള്ള ലിക്വിഡിറ്റി നോക്കുകയാണെങ്കിൽ ഇതൊരു ലോ ആണ്. ഇതൊരു ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പിന്നെ നെക്സ്റ്റ് ഒരു ഹൈലോ ലിക്വിഡിറ്റി എന്ന് പറയുകയാണെങ്കിൽ മുകളിലോട്ട് വരണം, അല്ലെങ്കിൽ നെക്സ്റ്റ് ബൈ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റ് വരണം കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും ലെവൽസാണ് നമുക്ക് ഇന്നത്തെ ദിവസം നോക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ USDJPൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ദിവസം ഉണ്ടായിരുന്നു ഡെയിലീൻ്റെ ഹൈ എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് നല്ല സെയിലുണ്ടായിരുന്നു. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിനകത്തും ഇന്നത്തെ ദിവസം പുതിയ ലിക്വിഡിറ്റി എന്ന രീതിയിൽ മാർക്ക് ചെയ്യണമെങ്കിൽ ഏതാണ് വരുന്നത്? ഓക്കെ അല്ലേ. ഡെയിലീൻ്റെ ഹൈയിലോട്ട് വന്ന് അത്യാവശ്യം നല്ലൊരു സെല്ലുണ്ടായിരുന്നു. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ലിക്വിഡിറ്റി എന്ന രീതിയിൽ മാർക്ക് ചെയ്യണമെങ്കിൽ ഒന്നും മാർക്കറ്റ് ഈ ലോയിലേക്ക് വരണം കേട്ടോ. ബൈ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഇതിലേക്ക് ലിക്വിഡിറ്റിയിലേക്ക് വരണം. ഇതിലേക്കോ അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ലിക്വിഡിറ്റി ഏതിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് എൻട്രി നോക്കാം. ഇത് ഓൾറെഡി എടുത്താണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കിത് നോക്കാനായിട്ട് പറ്റും. പിന്നീട് സെല്ലെന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു കുറച്ച് ക്യാൻഡിൽസ് ഇവിടെ താഴെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഹൈയും ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം. ഒരു കുറച്ച് ക്യാൻഡിൽസിന് താഴെ വരുന്നുണ്ടെങ്കിൽ ഹൈ ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ സെല്ലിലേക്ക് ഇറങ്ങാനും കുറച്ച് സാധ്യതയുണ്ട്. കാരണം ഡെയിലീൻ്റെ ഹൈയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ചെറിയൊരു റീട്രേസ്മെൻറ്റ് ഇവിടെ നിന്നും പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും ലെവൽസാണ് നമുക്ക് ഇന്നത്തെ ദിവസം നോക്കാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ. ബാക്കിയുള്ള മെയിൻ ഇതിനകത്ത് എല്ലാത്തിലും നോക്കി, അതുപോലെ തന്നെ ഗോൾഡിൻ്റെ ട്രെൻഡും നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രേഡിങ്ങിലെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കാനും ശ്രമിക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.